അധികം മെനക്കേടില്ലാതെ എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ഒരു അടിപൊളി മീൻകറി തയ്യാറാക്കണം എങ്കിലേ ഈ ഒരു രീതി പരീക്ഷിച്ചോളൂ. മീൻകറിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു ഒറ്റ കറി മതി നമുക്ക് 2-3 ദിവസം ഓടിക്കാം. മീൻകറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മൺചട്ടി ആയതുകൊണ്ട് ഒരു മൺചട്ടി തന്നെ നമ്മളങ്ങ് എടുത്തു. ചട്ടി തീയിൽ വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. രണ്ടിൻ്റെയും പച്ചമണം മാറി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ലപോലെ വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് മീൻകറിക്ക് ഏറ്റവും അത്യാവശ്യമായ കുടംപുളി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 15 മിനിറ്റ് നേരം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതേ വെള്ളത്തിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. എത്രമാത്രം ചാറ് ആവശ്യമുണ്ടോ അത്രയും വെള്ളം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിള വന്നതിന് ശേഷം മാത്രമേ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കഷ്ണങ്ങളെല്ലാം കൃത്യമായി നിരത്തി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് ചട്ടി കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി വെച്ച് ചെയ്യുമ്പോൾ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചുറ്റിച്ചു കൊടുക്കുന്നത്. വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ടോട്ടൽ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ തിള വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.